അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിന് നമ്മൾ ചെയ്തത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ആണല്ലേ, ലെറ്റ്സ് റൈറ്റ് എ ലെറ്റർ എന്നുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു. അതിൽ ചെയ്തത് നമ്മൾ എന്താണ്, ഇങ്ങനെ ഒരു ലെറ്റർ നമ്മൾ ഉണ്ടാക്കി. ഇങ്ങനെ ഒരു ലെറ്റർ എന്ത് ചെയ്തു, നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ടാക്കി. ഇതാ ഇങ്ങനെ ഒരു ലെറ്റർ ടൈപ്പ് ചെയ്തുണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ആക്ടിവിറ്റി ആയ വേർഡ് പ്രോസസ്സർ ടു പ്രിപ്പയർ ലെറ്റേഴ്സ്. ഒരു വേർഡ് പ്രോസസ്സർ വേണം പ്രിപ്പയർ ചെയ്യണമെങ്കിൽ. ഇവിടെ നമ്മൾ വേർഡ് പ്രോസസ്സർ ആയിട്ട് ഉപയോഗിക്കുന്നതാണെന്ത്, നിങ്ങളുടെ ലൈബ്രറി ഓഫീസ് റൈറ്റർ എന്ന് ഉള്ളത് വേർഡ് പ്രോസസ്സർ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ലിനക്സ് ആണ്, അതുകൊണ്ടാണ് ലൈബ്രറി ഓഫീസ് റൈറ്റർ. ഇത് വിൻഡോസ് ആണെങ്കിലോ, വിൻഡോസ് ആണെങ്കിൽ അത് മൈക്രോസോഫ്റ്റ് വേർഡ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു ലെറ്റർ എന്ത് ചെയ്തു, നമ്മൾ ടൈപ്പ് ചെയ്തു. ഓക്കെ, ഒരു ലെറ്റർ. ഓക്കെ, അതിലുള്ള കാര്യം എന്തൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, സെക്കൻഡ് ആക്ടിവിറ്റിയിൽ നമ്മൾ പറയുന്നു ലെറ്റേഴ്സ് ദാറ്റ് ചേഞ്ച് ദിയർ ഫോംസ്. ലെറ്ററിന്റെ സ്റ്റൈല് നമുക്ക് മാറ്റണം എന്നുള്ളത്. ഓക്കെ, അതിന് നമ്മൾ എന്ത് ചെയ്തു, ലെറ്ററിന്റെ സ്റ്റൈല് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട്, ലെറ്റർ നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല, കുറച്ചുകൂടി വലുപ്പം കൂട്ടാം. ഓക്കെ, അത്ര വലുപ്പം കൂട്ടണ്ട, കുറച്ച് കുറക്കാം. കുറച്ചും കൂടി കുറക്കാം, 22. ഓക്കെ, എന്തൊരു ലെറ്ററാണ് ഈ ലെറ്ററാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. എന്താണ്, നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യണം, ഇതിന്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഈ ലെറ്ററിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് ആ ക്ലിക്ക് വിടാണ്ട് താഴത്തേക്ക് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഫുള്ള് സെലക്ട് ആവും. എന്നിട്ട് എന്ത് ചെയ്താൽ ഇവിടെ അങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കാണാം ഫോണ്ട് നെയിം എന്നുള്ളത്. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് സെലക്ട് ദ ലെറ്റേഴ്സ്, സെലക്ട് ഫോണ്ടാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണാൻ എന്ത്, ഇങ്ങനെ ഇവിടെ ഫോണ്ട് സെലക്ട് ചെയ്യുന്നതാണ്, ഇവിടെ ഇത് ഫോണ്ട് എന്നുള്ളത് ഫോണ്ട് നെയിമിൻ്റെ അവിടെ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ സെക്കൻഡ് ആക്ടിവിറ്റിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് എന്ത് ചെയ്തു, സെലക്ട് ലെറ്റേഴ്സ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, സെലക്ട് ദ ഫോണ്ട് എന്താണ് ഇവിടെ ഇങ്ങനെ വെച്ചാൽ കാണാം ഫോണ്ട് നെയിം എന്നല്ലേ. അതിങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഒരു മാറ്റം മനസ്സിലാകാൻ കഴിയും. ഫസ്റ്റ് മുതൽ സെലക്ട് ചെയ്ത് വരാം. അപ്പോൾ ഓരോ ഫോണ്ടിൻ്റെ നെയിമാണത്. ഏരിയൽ ബ്ലാക്ക് ആകുമ്പോൾ എനിക്ക് എന്തായി, ഇതായി എൻ്റെ സ്റ്റൈല്. ഞാൻ എടുത്ത് നോക്കുകയാണ്, അല്ല ഇപ്പോൾ സ്റ്റൈൽ ഇങ്ങനെ ആയി. ഓക്കെ, അൾജീരിയൻ സ്റ്റൈൽ എന്താണ്, ഇങ്ങനെയായി. അപ്പം നമുക്കെന്ത് ചെയ്യാം, ഇതിൻ്റെ സ്റ്റൈൽ ഇങ്ങനെ മാറ്റാം. അപ്പോൾ തൽക്കാലം ഞാനൊരു സ്റ്റൈൽ എടുത്തു. ഓക്കെ, ഇവിടെയാണ് അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇനി അതാണ് ഒന്നാമത്തെ ആക്ടിവിറ്റി പറഞ്ഞിരുന്നത്. 1.2 ആക്ടിവിറ്റി പറഞ്ഞത്. ഇനി 1.3 ആക്ടിവിറ്റി പറഞ്ഞത് അഡ്ജസ്റ്റ് ദ ബോർഡർ ആണ്. ബോർഡർ അഡ്ജസ്റ്റ് ചെയ്യാൻ. ഇതെന്താ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് എന്ത് ചെയ്യാം, ബോർഡർ അഡ്ജസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യുക, ഫസ്റ്റ് ക്ലിക്ക് ഓൺ ദ പാരഗ്രാഫിന്റെ ബോർഡർ എന്ത് ചെയ്യാം, നമുക്ക് അഡ്ജസ്റ്റബിൾ ആക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നിങ്ങളുടെ ഈ ബുക്കിലൊക്കെ കൊടുത്തിട്ടുണ്ട്, കണ്ടോ, ബുക്കിൽ കണ്ടില്ലേ, ഇവിടുന്ന് വി ഹാവ് ബിക്കം ഫെമിലിയർ വിത്ത് ദ നെക്സ്റ്റ് ടൈപ്പിംഗ് ആൻഡ് വേസ് ഓഫ് മേക്കിംഗ്. അപ്പോൾ ഇവിടം മുതൽ ഇവിടം വരെ ഇങ്ങനെ താഴത്തേക്ക് നോക്കൂ. ഇവിടെ ഈ പാരഗ്രാഫിന്റെ താഴത്തേക്ക് ഇങ്ങനെ നോക്കൂ, എഫ് ലാസ്റ്റിൽ അതിന് നേരെ ഇപ്പം ഈ സൈഡ് ഓക്കെ അല്ലേ. അപ്പോൾ വേസ് ഓഫ് എന്നുള്ളത് കഴിഞ്ഞിട്ട് എന്തെന്ത് മേക്കിംഗ് ഇവിടെ എഴുതിയെന്നായിരിക്കാം ഇതിന് ശേഷം. എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഇവരെ എഴുതി. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു ഓർഡർ ഇല്ലാതെ ഈ സൈഡിൽ എന്താണ്, ഇതിന് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം, ഒരൊറ്റ ഓർഡറിലാണോ. ഈ വലത്തെ സൈഡിൽ ഇതേമാർക്ക് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഒരേപോലെയാണോ, അല്ല. ഇവിടെ ഒരേപോലെയാണോ, അല്ല. അത് ചേഞ്ച് ചെയ്യാനാണെന്ത്, ഇവിടെ നോക്കൂ, ഇവിടെ ഒരേപോലെ അല്ലേ, ഓഫ് വേർഡ് പ്രോസസ്സിംഗ് ഒക്കെ ഒരേപോലെ വരുന്നില്ല ഈ സൈഡിൽ, ഇവിടെ ഒരേപോലെ സൈഡിൽ. അതാണ് എന്ത് വരക്കുന്നത് പറയുന്നത് ഇവിടെ പറയുന്നത് 1.3 അഡ്ജസ്റ്റിംഗ് ദ ബോർഡേഴ്സ്. ഓക്കെ,
The borders on the left or right and right side of the letter must be aligned properly. ലെഫ്റ്റിലെയും റൈറ്റിലെയും ലെറ്ററുകൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, അലൈൻ ചെയ്യണം അതല്ലേ. ലെഫ്റ്റിലെയും റൈറ്റിലെയും ലെറ്റേഴ്സ് എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഒരേപോലെ അറേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഫസ്റ്റ് പാരഗ്രാഫാണ് അതങ്ങനെ അറേഞ്ച് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ഓൺ ദ പാരഗ്രാഫിനെ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതിനെങ്ങനെ ചെയ്യേണ്ടത്, ഇവിടെ ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് വിടാതെ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് താഴത്തേക്ക് ഇങ്ങനെ വലിക്കുക. ഓക്കെ, അപ്പോൾ സെലക്ട് ആവും. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, ഒന്നാമത്തെ പറഞ്ഞു എന്ത് ചെയ്യുക, ക്ലിക്ക് ഓൺ ദ ജസ്റ്റിഫൈ ടൂൾ ഇൻ ദ അലൈൻ ടൂൾസ്. അലൈൻ ടൂൾസിൽ ജസ്റ്റിഫൈ എന്നുള്ളതിന് ക്ലിക്ക് ചെയ്യാം. അലൈൻ ടൂൾസിൽ ജസ്റ്റിഫൈ എന്നുള്ളത് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യാം. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇതാണ് അലൈൻ ടൂൾസ്. 1 2 3 4 ഈ 4 അലൈൻ ടൂൾസ് എന്ന് പറയുന്നത്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ ഇടത്തേക്ക് വരും. അപ്പോൾ ഈ റൈറ്റ് സൈഡിൽ കറക്റ്റ് ആണോ അല്ല. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്ററിൽ നിൽക്കും. അത് മനസ്സിലാക്കാമോ, ഓരോ ക്ലിക്ക് ചെയ്യുമ്പോൾ. അത് അലൈൻ ലെഫ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്കും ശരിയാവും, സെൻറ്ററിലേക്ക് ശരിയാവും. റൈറ്റിലേക്ക് നോക്കും, ലെഫ്റ്റിൽ എന്താണ് ഒരേപോലെ ആയില്ലേ, പക്ഷെ റൈറ്റിൽ ശരിയാക്കണം ഇല്ല. ഇവിടെ നോക്കാം, സെൻറ്ററിൽ പോകണം, സെൻറ്ററിലാണ് ശരിയായത്. ഇനി റൈറ്റിൽ ഒരേപോലെ ആയി, പക്ഷെ ലെഫ്റ്റിൽ കറക്റ്റ് ആണോ അല്ല. ഇനി അടുത്തതാണ് ജസ്റ്റിഫൈ എന്നുള്ളത്. ഇത് അലൈൻ ലെഫ്റ്റ്, അലൈൻ സെൻറ്റർ, അലൈൻ റൈറ്റ്. അടുത്താണെന്ത്, ജസ്റ്റിഫൈഡ് അല്ലെങ്കിൽ ജസ്റ്റിഫൈ എന്ന് പറയും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ എന്നുണ്ടെങ്കിൽ ഈ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും ലെറ്റർ എന്താണ് ഒരേപോലെ ആയി, ഒരേ പാരഗ്രാഫ്. ഈ ഒരേ പാരഗ്രാഫ് ഇതേപോലെയല്ലേ, ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇതുപോലല്ലേ. അപ്പോൾ ഈ സൈഡും റൈറ്റ് സൈഡും ഈ ലെഫ്റ്റ് സൈഡും ഒരേപോലെ അല്ലേ, നോക്കൂ അല്ലേ. ഓക്കെ, അതായിരുന്നു എന്ത് നമ്മുടെ ജസ്റ്റിഫൈ ടൂളിൽ അലൈൻഡ്. ഓക്കെ, അതുവരെയാണ് നമ്മൾ എടുത്ത്. ഓക്കെ, ഇതാണ് അതിൻ്റെ സിമ്പിൾ കണ്ടോ, സിമ്പിൾ ഇതാ കണ്ടോ, ജസ്റ്റിഫൈഡ് എന്നുള്ളത്. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ് 1.4. അഡ്ജസ്റ്റ് ദ സ്പേസ് ബിറ്റ്വീൻ ദ ലൈൻസ്. അഡ്ജസ്റ്റ് ദ സ്പേസ് ബിറ്റ്വീൻ ലൈൻസ്. അതെങ്ങനെ ചെയ്യാം, അതെന്താണ് സംഭവം എന്ന് നോക്കാം. അപ്പോൾ ഇത് ഫസ്റ്റ് ലൈന്, ഇത് സെക്കൻഡ് ലൈന്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്, ഇത് ഫിഫ്ത്ത്. എന്തായി കുറച്ചും കൂടെ എന്ത് ചെയ്തു, ഇവർ തമ്മിലുള്ള അകലം കൂടിയില്ലേ, ഒന്നും കൂടെ കൂടി, പിന്നെയും കൂടി. ഇതാണ് ഇവർ തമ്മിലുള്ള ഈ ഒരു സ്പേസ് ഇല്ലേ, അതിനെയാണെന്ന് പറയുന്നത് സ്പേസ് ബിറ്റ്വീൻ, അഡ്ജസ്റ്റ് ദ സ്പേസ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറയുന്നത്. ഓരോ ലൈനുകളും തമ്മിലുള്ള അകലം, ആ സ്പേസ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും എന്താണ് വ്യത്യാസമുണ്ട്, സെക്കൻഡ് ലൈനും തേർഡ് ലൈനും എന്തുണ്ട് വ്യത്യാസമുണ്ട്. ഓക്കെ, തേർഡ് ലൈനും ഫോർത്ത് ലൈനും നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണ്, ഞാൻ അങ്ങനത്തെ ഓർഡർ ഇല്ലാതെ അങ്ങനെ ഇട്ടിട്ടാണ്. അപ്പോൾ ഇത് ഒരേപോലെ എന്ത് ചെയ്യണം, അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു സ്പേസ് കണ്ടില്ലേ എങ്ങനെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ആദ്യം ടൈപ്പ് ചെയ്ത പോലെ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് കാണിച്ചതാണ് സ്പേസ്. ലൈൻ രണ്ട് ലൈനുകളും തമ്മിലുള്ള സ്പേസിനെയാണ് എന്ത് പറയുന്നത്, സ്പേസ് ബിറ്റ്വീൻ ലൈൻസ്. ഓക്കെ, അഡ്ജസ്റ്റ് ഈ ഒരു ആക്ടിവിറ്റി പറയുന്നത് അത് ക്ലിയർ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഞാൻ ആദ്യം എഴുതിയ പോലെ തന്നെ എന്ത് ചെയ്തു, എങ്ങനെയാണോ ആദ്യം എഴുതിയത് അതേപോലെ എന്ത് ചെയ്തു ഞാൻ ആക്കി. ഇനി എന്ത് ചെയ്യാണ്, ഈ രണ്ട് ലൈനും തമ്മിൽ എന്ത് ചെയ്തു, ചെറിയൊരു സ്പേസ് എന്ത് ചെയ്യണം, ഒന്നും കൂടി ഒരു ഭംഗി സ്പേസ് കൂട്ടണം. ഈ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും അല്ലെങ്കിൽ സെക്കൻഡ് ലൈനും ഫോർത്ത് ലൈനും ഫിഫ്ത്ത് ലൈനും തമ്മിൽ എന്ത് ചെയ്യണം,
ഒരു എന്ത് കൂട്ടണം? അപ്പോൾ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും ഒരളവ്, സെക്കൻഡ് ലൈനും തേർഡ് ലൈനും വേറൊരളവ്, തേർഡ് ലൈനും ഫോർത്ത് ലൈനും വേറൊരളവ്, ഫോർത്ത് ലൈനും ഫിഫ്ത്ത് ലൈനും വേറൊരളവ്. അങ്ങനെ ആവാൻ പാടില്ല. അങ്ങനെ ആവാൻ പാടില്ല. എല്ലാ ലൈനുകളും തമ്മിൽ ഫസ്റ്റ് ലൈനും സെക്കൻഡ് ലൈനും കുറച്ചാണെങ്കിൽ അതേപോലെ തന്നെ നിൽക്കണം സെക്കൻഡും തേർഡും, തേർഡും ഫോർത്തും, ഫോർത്തും ഫിഫ്ത്തും. അതിന് ചെയ്യാൻ എന്ത് ചെയ്യാം നമ്മൾ? അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ക്ലിക്ക് ഓൺ ദ പാരഗ്രാഫ്. പാരഗ്രാഫ് ക്ലിക്ക് ചെയ്യാം, മീൻസ് സെലക്ട് ചെയ്യാം. എന്ത് ചെയ്യാം? ഇങ്ങനെ സെലക്ട് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഈ ആരോ മാർക്ക് ഇല്ലേ, ഇങ്ങനെ സെലക്ട് ചെയ്യാം. ഈ ആരോ മാർക്ക് വന്നിട്ടുണ്ടല്ലോ, ഇത് ട്രേസർ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് താഴത്തേക്ക് കൊണ്ട് ഡ്രാഗ് ചെയ്യാം. ഇങ്ങനെയും സെലക്ട് ചെയ്യാം, പിന്നെ ഇങ്ങനെയും സെലക്ട് ചെയ്യാം. പിന്നെ ഈ ആരോ മാർക്ക് മാറുന്നത് കണ്ടോ? ആരോ മാർക്കിലേക്ക് മാറി. എന്നിട്ട് അവിടെ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നേരെ ഇങ്ങനെ താഴത്തേക്ക് വരും. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യും. ക്ലിക്ക് ഓൺ ദ പാരഗ്രാഫ്. ഓക്കെ, ക്ലിക്ക് ഓൺ ദ പാരഗ്രാഫ്. മനസ്സിലായോ? ഇനി എന്ത് ചെയ്യാം? ക്ലിക്ക് ഓൺ ദ ലൈൻ സ്പേസിംഗ് ടൂൾ. ക്ലിക്ക് ഓൺ ദ ലൈൻ സ്പേസിംഗ് ടൂൾ. അതെവിടെയാണ്? രണ്ടാമത്തേത് നോക്കുമ്പോൾ ശ്രദ്ധിച്ചിരുന്നോ? ലൈൻ സ്പേസിംഗ് ടൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. സെറ്റ് ലൈൻ സ്പേസ്, ഇംഗ്ലീഷ് പാരഗ്രാഫ്, സെറ്റ് ലൈൻ സ്പേസ്. രണ്ട് ആരോ മാർക്ക്, ഒരോ മാർക്ക് ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് കാണാം. കണ്ടോ? അപ്പോൾ ഓരോന്നും ഇങ്ങനെ വെച്ചാൽ മതി കൊണ്ടുപോയിട്ട്. ഈ ബുക്കിൽ നല്ലപോലെ ക്ലിയർ ആയിട്ട് കാണുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ ഒരാരോ മാർക്ക് മുകൾക്ക്, ഒരാരോ മാർക്ക് താഴേക്ക്. അപ്പോൾ അങ്ങനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. സെറ്റ് ലൈൻ സ്പേസ് എന്ന് കാണാം. അപ്പോൾ എന്ത് ടൂളാണ് വേണ്ടത്? ക്ലിക്ക് ഓൺ ദ ലൈൻ സ്പേസിംഗ് ടൂൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ എന്ത് ചെയ്തു? പാരഗ്രാഫ് സെലക്ട് ചെയ്തു, ഇവിടെ ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കുറേ കാണാം. സ്പേസ് 1, സ്പേസിംഗ് 1.15, സ്പേസിംഗ് 1.5, സ്പേസിംഗ് 2, എന്താണ് കസ്റ്റം വാല്യൂ, സിംഗിൾ. ഓക്കെ, നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. സ്പേസിംഗ് 1. ഓക്കെ, ചെറിയൊരു മാറ്റം ഉണ്ടായി, പക്ഷെ നമുക്ക് കാണാൻ കഴിയില്ല. നല്ല മാറ്റം വേണമെന്ന് എന്ത് ചെയ്യാം? സ്പേസിംഗ് 2 ആണ് ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടോ? 2 ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി? ഇവർ തമ്മിലുള്ള അകലം കുറേ കൂടിയില്ലേ? ഓരോ ലൈനുകളും തമ്മിലുള്ള നമുക്ക് സെലക്ട് ചെയ്യാം. വേറെ സെലക്ട് ചെയ്യാം. 1.5 ആയപ്പോൾ കുറച്ച് ചെറുതായി. വൺ 5 ആയപ്പോൾ ഒന്നും കൂടി ചെറുതായി. 1 ആയപ്പോഴോ മേലേക്ക് പോയി. അപ്പോൾ സ്പേസിംഗ് ടൂളിൽ ആരെടുക്കേണ്ടത്? ലൈൻ സ്പേസിംഗ് ടൂളിൽ ആര് വേണം? ക്ലിക്ക് ഓൺ ലൈൻ സ്പേസിംഗ് ടൂള്. ക്ലിക്ക് ചെയ്തു. എന്നിട്ട് എത്ര വേണോ നമുക്ക് സ്പേസ് വേണ്ടത് അത് സെലക്ട് ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. തൽക്കാലം ഞാൻ 1.15 എടുത്തു, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ 1.5 എടുക്കാം, കുഴപ്പമില്ല. ഓക്കെ, നിങ്ങൾ ഇഷ്ടം പോലെ എടുക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? അപ്പോൾ ഇതാണ് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ ആക്ടിവിറ്റി കഴിഞ്ഞത് ഇത്ര വരെ എഴുതിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. 1.3 അഡ്ജസ്റ്റിംഗ് ബോർഡേഴ്സ്. ഈ നാലാമത്തെ എഴുതുമ്പോൾ എന്ത് ചെയ്യാം? ആക്ടിവിറ്റി 1.4 ഈ ഹെഡിങ് എഴുതുക. എന്നിട്ട് എന്ത് എഴുതുക? ക്ലിക്ക് ഓൺ പാരഗ്രാഫ് ടൂൾ ആൻഡ് അത് എഴുതുക. എന്നിട്ട് എന്ത് എഴുതുക? സെക്കൻഡ് ക്ലിക്ക് ഓൺ ദ ലൈൻ സ്പേസിംഗ് ടൂൾ എന്നെഴുതുക. ക്ലിക്ക് ഓൺ ലൈൻ സ്പേസിംഗ് ടൂൾ. മൂന്നാമത്തത് എഴുതുക. ബാക്കിയുള്ളൊന്നും വേണ്ട കേട്ടോ, ഇതൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അപ്പോൾ ഒന്നാമത്തേത് ആക്ടിവിറ്റിയിൽ ഹെഡിങ് എഴുതുക, എന്നിട്ട് ക്ലിക്ക് ഓൺ പാരഗ്രാഫ് എഴുതുക, ക്ലിക്ക് ഓൺ ലൈൻ സ്പേസിംഗ് ടൂൾ എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് സെലക്ട് ദ അപ്രോപ്രിയേറ്റ് ലൈൻ സ്പേസിംഗ്. ഇത് മാത്രം എഴുതിയാൽ മതി. ഈ 3 മാത്രം എഴുതിയാൽ മതി. ഞാൻ ഈ മാർക്ക് ചെയ്യുന്നത് ഇതുവരെ എഴുതുക.
ഇതുവരെ എഴുതുക, ഇതുവരെ എഴുതുക. ഓക്കെ, ഇപ്പോൾ 1.5 ആണ് ഇവിടെ ചൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 1.5 എടുക്കാം. 1.5 തന്നെയാണോ നമ്മൾ സെലക്ട് ചെയ്തിരുന്നത്? അതെ, 1.5 തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തത്, അപ്പോൾ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഫയലില് എന്താണ്, ഫയലിൽ പോവുക, ക്ലിക്ക് ഓൺ ഫയല്, സേവ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, സ്കൂളത്തെ കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് വേറെ എവിടെ വേണമെങ്കിലും സേവ് ചെയ്യാം. നിങ്ങളുടെ ഫയലിൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് ഉണ്ടാക്കിയ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ഞാൻ സേവ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിക്രാസ് സ്കൂൾ 7th ലെറ്റർ അല്ലേ, ഇൻവിറ്റേഷൻ ലെറ്റർ, ഇൻവിറ്റേഷൻ കൊടുക്കാം. ഒന്ന് ഓക്കെ. ഇനി എന്ത് ചെയ്യാണ്, ആക്ടിവിറ്റി 5 1.5 പ്രിപ്പയറിംഗ് എ ഗ്രീറ്റിംഗ് കാർഡ്. ഓക്കെ, ഒരു ഗ്രീറ്റിംഗ് കാർഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്. Why don't we prepare a greeting cards to give it to the mothers who have come to participate in Mother's Day celebration? We have already created a greeting cards using word processor, haven't we? We have greeting cards using entire page. Okay, ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനാണ്. ഇതുപോലെ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനാണ് എന്ത് പറയുന്നത് നമ്മളോട്. ഇങ്ങനെ ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ അതെങ്ങനെയാണ് സ്റ്റൈൽ വരേണ്ടത്, ഈ ഒരു മോഡലൊക്കെയാണ് വരേണ്ടത്. ഈ ഒരു മോഡലായിട്ടാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ആ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ വേണ്ടത്? ഈ ഒരു ഫിഗർ നോക്കൂ, എന്തൊക്കെയാണ് വേണ്ടത്? ഒരു ബാക്ക്ഗ്രൗണ്ട് വേണം അല്ലേ. ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് കളർ നോക്കൂ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ നോക്കൂ, ആണ് നീല, എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജിയോർ കളർ അല്ലേ. പിന്നെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. കുറേ പിക്ചർ ഇവിടെ ഉണ്ട് അല്ലേ. ഇതിൽ നോക്കൂ, കുറേ കോഡ്സ് ഉണ്ട്. ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ എന്ന് എഴുതിയിട്ടുണ്ട്. കുറേ പിക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ പല ഗ്രീറ്റിംഗ്സ് കാർഡ്സും പലതുപോലെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു പല ഗ്രീറ്റിംഗ് കാർഡ്സ് ഫ്രണ്ട്സിനെ കൊടുക്കാൻ വേണ്ടി. എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? അട്രാക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട്, അപ്രോപ്രിയേറ്റ് വേർഡ്സ്, പിക്ചേഴ്സ്, ഡിഫറെൻറ്റ് കളേഴ്സ് ഒക്കെ എന്ത് ചെയ്യാം, നമുക്കിവിടെ എഴുതാം. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫിഗർ നമ്പർ 1.6 നോക്കാം. ആക്ടിവിറ്റിയിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, ആ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ആദ്യം ഉണ്ടാവേണ്ട ഒരു ബോർഡർ വേണമല്ലോ, എങ്ങനെ ഒരു ഫ്രെയിം ഇങ്ങനെ വേണം. ഓക്കെ, ആദ്യം ഉണ്ടാവേണ്ടത് ഇതിനൊക്കെ ഒരു ഫ്രെയിം ഇല്ലേ, ഗ്രീറ്റിംഗ് കാർഡിനൊക്കെ എന്തുണ്ട്, ഒരു ഫ്രെയിം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഫില്ല് ചെയ്യണം കേട്ടോ. എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? അട്രാക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട്, അപ്രോപ്രിയേറ്റ് വേർഡ്സ് ആൻഡ് ഡിഫറെൻറ്റ് കളേഴ്സ് ആൻഡ് ഡിഫറെൻറ്റ് ലെറ്റേഴ്സ്, പിക്ചേഴ്സ് ഓർ തിങ്സ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് വരാം. എങ്ങനെയാണ് ആ ഫ്രെയിം നമ്മൾ ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത്, വേർഡിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അതും കൂടെ നമുക്ക് പറയാം. ഓക്കെ, ഇങ്ങനെയാണ് അതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളത്. അതിനെ നമ്മൾ എന്ത് ചെയ്യാം, നേരെ പോകും, എന്നിട്ട് ഇൻസേർട്ട് എടുക്കുക, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇവിടെ നോക്കൂ, എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇൻസേർട്ടിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ പറഞ്ഞിട്ടുണ്ട് we can make use of framing word processor to prepare greeting cards from the given indicator. Find how we
അപ്പൊ എന്താണ് നിങ്ങൾ നോട്ടിൽ എഴുതേണ്ടത്? നോട്ടിൽ എഴുതേണ്ടത് എന്താണ്? നോട്ടിൽ എഴുതേണ്ടത് ഞാൻ പറഞ്ഞുതരാം. 1.5ന്റെ എത്രാമത്തെ ആക്ടിവിറ്റി ആണ്? 1.5 അല്ലേ? ഇത് ഞാൻ പറഞ്ഞു 1.5ൽ എന്താണ്? പ്രിപ്പയറിംഗ് ഗ്രീറ്റിംഗ് കാർഡ് എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ എന്താ ചെയ്യേണ്ടത്? അത് മാത്രം എഴുതുക. എന്നിട്ട് എന്ത് എഴുതുക? അതിൻ്റെ അടിയിൽ എഴുതുക വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഫ്രെയിം ഇൻ ദ വേർഡ് പ്രൊസസ്സർ ടു പ്രിപ്പയർ ഗ്രീറ്റിംഗ് കാർഡ്സ് എന്ന് എഴുതുക. എഴുതേണ്ടത് 1.5 ഇത് എഴുതുക, ആക്ടിവിറ്റീന്ന് എഴുതുക, പ്രിപ്പയറിംഗ് എ ഗ്രീറ്റിംഗ് കാർഡ്സ് എന്ന് എഴുതുക. ഇത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യേണ്ടത്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് ഇത് എഴുതണം. ഈ 3 പോയിന്റ് ഓക്കെ. ഡിഫറെൻറ്റ് പിക്ചേഴ്സ് എന്ന് എഴുതുക. എന്തെങ്കിലും എഴുതിയാൽ മതി, നിങ്ങളെ ഇഷ്ടം പോലെ. എന്നിട്ട് അതും കഴിഞ്ഞിട്ട് എഴുതേണ്ടതാണെന്ത്? വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഫ്രെയിം ഇൻ ദ വേർഡ് പ്രൊസസ്സർ ടു പ്രിപ്പയർ ഗ്രീറ്റിംഗ് കാർഡ്സ് എന്നുള്ളത്. ഓക്കെ. ഗ്രീറ്റിംഗ് കാർഡ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കൊന്ന് കാണാം. ഗ്രീറ്റിംഗ് കാർഡ്സ് ഓഫ് മദേഴ്സ് ഡേ. കണ്ടില്ലേ? ഹാപ്പി മദേഴ്സ് ഡേ. കുറേ ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ടല്ലേ? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്രീറ്റിംഗ് കാർഡ്സ്. ഹാപ്പി മദേഴ്സ് ഡേ അല്ലേ? നല്ല ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഓക്കെ. എന്താണ്? ഇതൊരു ഗ്രീറ്റിംഗ് കാർഡാണ്. അതുപോലെ ഇതൊരു ഗ്രീറ്റിംഗ് കാർഡാണ്. നല്ല സ്റ്റൈലാക്കിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ട്. ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ എന്താണോ നമുക്ക് വേണ്ടത് അടിച്ചു കൊടുക്കുക, അത് കഴിഞ്ഞാൽ കൊടുക്കുക. വേണമെങ്കിൽ നമുക്ക് വേറെ സ്റ്റൈലിലാക്കാം. കണ്ടില്ലേ? ഇതൊരു ഗ്രീറ്റിംഗ് കാർഡാണ് മദേഴ്സ് ഡേൻ്റെ. ഹാപ്പി മദേഴ്സ് ഡേ ഇതൊരു ഗ്രീറ്റിംഗ് കാർഡാണ്. ഓക്കെ. ഇനി ഫ്ലവേഴ്സ് ടൈപ്പിൽ വേണമെന്നുണ്ടെങ്കിലോ, അത് ഒരുപാട് എന്തുണ്ട്? ഗ്രീറ്റിംഗ് കാർഡ്സ് ഉണ്ട് അല്ലേ? ഒരുപാട് എന്തുണ്ട്? ഗ്രീറ്റിംഗ് കാർഡ്സിൽ നമുക്ക് നെറ്റിൽ എന്താണ് അവൈലബിൾ ആണ്. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു 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 എന്താ പറയുക, ഒരു മോഡല്. ഓക്കെ, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പോകുന്നതിൻ്റെ ഒരു മോഡല്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഇത് 3 എഴുതുക. എന്നിട്ട് എന്താ എഴുതുക? വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഫ്രെയിം ഇൻ ദ വേർഡ് പ്രൊസസ്സർ ടു പ്രിപ്പയർ ഗ്രീറ്റിംഗ് കാർഡ്സ് എന്ന് എഴുതുക. ഓക്കെ. എന്നിട്ട് എന്താ എഴുതുക? ഇതല്ലേ ഇൻസേർട്ട് മെനു അല്ലേ? അപ്പോൾ എഴുതേണ്ട എന്താണ്? നിങ്ങൾ ക്ലിക്ക് ഓൺ ഇൻസേർട്ട് ഇൻസേർട്ട് മെനു എന്ന് എഴുതുക. രണ്ടാമത്തെ. ഓക്കെ. മൂന്നാമത്തെ 4ാമത്തെ പോയിന്റ് ആണ്. ഓക്കെ. ക്ലിക്ക് ഓൺ ഇൻസേർട്ട് മെനു എന്ന് എഴുതുക. അത് ഏതെങ്കിലും ഒരു പോയിന്റ് ആക്കി എഴുതുക നിങ്ങൾ. എന്നിട്ട് അതിൻ്റെ അടിയിൽ നെക്സ്റ്റ് പോയിന്റ് ആണെന്ത്? സെലക്ട്. എന്താണ് സെലക്ട് ചെയ്യേണ്ടത്? ഇൻസേർട്ട് മെനുവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലിസ്റ്റ് വരും. സെലക്ട് ഫ്രെയിം അല്ലേ? അപ്പം എന്താ എഴുതേണ്ടത് നിങ്ങൾ? സെലക്ട് ഫ്രെയിം ഉണ്ടാവും. അപ്പോൾ ക്ലിക്ക് ഓൺ ഇൻസേർട്ട് മെനു, സെലക്ട് ഫ്രെയിം. ഓക്കെ. ഇതാണ് എന്ത് എഴുതേണ്ടത്? നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടത്. എന്ത് കഴിഞ്ഞിട്ട്? ഈ ഒരു വേർഡ് കഴിഞ്ഞിട്ട് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഗ്രീറ്റിംഗ് കാർഡ്സ്. ഓക്കെ. വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഫ്രെയിം ഇൻ ദ വേർഡ് പ്രൊസസ്സർ ടു പ്രിപ്പയർ ഗ്രീറ്റിംഗ് കാർഡ്സ് എന്നുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യുക? ക്ലിക്ക് ഓൺ ഇൻസേർട്ട് മെനു ആൻഡ് സെലക്ട് ഫ്രെയിം. ഇവിടെ എഴുതണം ക്ലിക്ക് ഓൺ ഇൻസേർട്ട് മെനു ആൻഡ് സെലക്ട് ഫ്രെയിം എന്നുള്ളത്. ഓക്കെ. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ ചെയ്തു നോക്കാം. ഒന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്കങ്ങനെ ചെയ്തു നോക്കാം.
ക്ലിക്ക് ഓൺ എന്ന് എങ്ങനെ വരിക നോക്കുക. ക്ലിക്ക് ഓൺ ഇൻസേർട്ട് മെനു ദെൻ സെലക്ട് ഫ്രെയിം അല്ലേ. സെലക്ട് ഫ്രെയിം എന്താണ്, ഫ്രെയിം എന്താണ്, ക്ലിക്ക് ചെയ്ത് ഞാൻ ചെയ്യും ഫുൾ ബോക്സ് വരും ഫ്രെയിം ക്ലിക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ചോദിക്കും നമുക്ക് ഇവിടെ എത്ര വിഡ്ത്താണ് വേണ്ടത്, എത്ര ഹൈറ്റ് ആണ് വേണ്ടത് എന്നുള്ളതൊക്കെ എന്ത് ചെയ്യും നമുക്കിവിടെ ചോദിക്കാം. ഓക്കെ, ഫ്രെയിം ക്ലിക്ക് ചെയ്ത് ഞാൻ അങ്ങനെ ഒരു ബോക്സ് വരുമെന്ന് പറഞ്ഞില്ലേ. ഇനി വിഡ്ത്ത് ഇത്ര, ഹൈറ്റ് ഇത്ര എന്നുള്ളത് എന്ത് ചെയ്യാം നമ്മൾ അവിടെ കൊടുക്കാം അല്ലേ. ഗിവിംഗ് വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഫ്രെയിം, മേക്കിംഗ് യൂസ് ഓഫ് ഇൻഡിക്കേറ്റർ ഗിവിംഗ്. എന്താണ് ഫ്രെയിമിന് എത്ര സെന്റിമീറ്റർ വേണ്ടത്, 12 സെന്റിമീറ്റർ വിഡ്ത്ത് വേണം, 10 സെന്റിമീറ്റർ ഹൈറ്റ് വേണം അല്ലേ. അപ്പോ എത്ര വേണ്ടത്, 12 സെന്റിമീറ്റർ വിഡ്ത്ത് എത്രയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ക്ലിക്ക് ഓൺ ഇൻസേർട്ട് മെനു ആൻഡ് സെലക്ട് ഫ്രെയിം. ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു തരാം. ക്ലിക്ക് ഓൺ ഇൻസേർട്ട് മെനു ആൻഡ് ഫ്രെയിം, ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക ഈ ഫ്രെയിം എടുക്കുക. അപ്പൊ നമുക്ക് വിഡ്ത്ത് ചോദിക്കേണ്ടത് ഇവിടെ എത്രയാണുള്ളത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് ഞാൻ ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു ഇങ്ങനെ ഒരു ബോക്സ് വന്നില്ല അവിടെ, അതിൽ വിഡ്ത്ത് 12 സെന്റിമീറ്റർ ആക്കാം. ഇവിടെ കാണിക്കുന്നുണ്ട് വിഡ്ത്ത് എത്ര സെന്റിമീറ്റർ ആക്കേണ്ടത്, വിഡ്ത്ത് 12 സെന്റിമീറ്റർ ആക്കേണ്ടത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ വിഡ്ത്ത് എന്താ ഇവിടെ കാണുന്നത്, അവിടെ ഞാൻ 12 എന്ന് ടൈപ്പ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റോ ഹൈറ്റ് 10 സെന്റിമീറ്റർ ആണ് ആക്കേണ്ടത്. ഹൈറ്റ് എന്താണ് 10 സെന്റിമീറ്റർ. അപ്പോ എന്താ ഹൈറ്റ് 10 സെന്റിമീറ്റർ, വിഡ്ത്ത് 12ഉം ഹൈറ്റ് 10ഉമാണ് ആക്കേണ്ടത്. ഓക്കെ, ആക്കി ഇവിടെ 10 ആക്കി. ഓക്കെ, എന്താ പറയുന്നത്, ഇവിടെ പറയുന്നത് മേക്കിംഗ് യൂസ് ഓഫ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൻ ബിലോ ഇൻക്ലൂഡ് എ ഫ്രെയിം ഇൻ ദ വേർഡ് പ്രൊസസർ 12 സെന്റിമീറ്റർ അല്ലേ. നമ്മുടെ ഓട്ടോ സൈസ് എന്താണ്, ടു പാരഗ്രാഫ്. ഏതിനാണ് കൊടുക്കേണ്ടത്, ടു പാരഗ്രാഫ്, ടു ക്യാരക്ടർ ആസ് ക്യാരക്ടർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, അഞ്ചാമത്തത് കണ്ടല്ലേ, ടു ക്യാരക്ടർ ടു പാരഗ്രാഫ്. ഓക്കെ, പാരഗ്രാഫിന് എന്തായിട്ട് വന്നിട്ടുണ്ട്, ഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. ട്രൈ ചെയ്യണം. ഇൻസേർട്ടില് ഫ്രെയിമില് ക്ലിക്ക് ചെയ്തു. ഇൻസേർട്ടില് ഫ്രെയിമില് ഇൻസേർട്ടില് ഫ്രെയിമില് വേണം എന്ത് ചെയ്യാം, നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് വരക്കാം. ഫ്രെയിം എത്ര മതി എന്നുണ്ടെങ്കിൽ റൈറ്റ്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
നമുക്ക് എന്ത് വേണം? ഇവിടെ ക്ലിക്ക് ചെയ്യുക, പാരഗ്രാഫ് സെലക്ട് ചെയ്യുക, ഇൻസേർട്ട് കൊടുക്കുക, ഫ്രെയിം എടുക്കുക, ഫ്രെയിം കൊടുക്കുക. എന്നിട്ട് ടു ദ ക്യാരക്ടേഴ്സ് എന്ന് കൊടുക്കുന്നുണ്ട്. കുറേ ഓപ്ഷൻ ഉണ്ട് ഇവിടെ. പേജ് ടു ദ പാരഗ്രാഫ് കൊടുക്കുക. ഇവിടെ 12ഉം ഇവിടെ എത്ര ഉണ്ട്? 10ഉം ആണ് ആക്കേണ്ടത്. ചിലപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ചെയ്യും കേട്ടോ. ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താ കാണുന്നത് നോക്കാം. ഇവിടെ 12 കൊടുത്തത്, ഇവിടെ 10. ഓട്ടോ സൈസ് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓട്ടോ സൈസ് ഇവിടെ ടിക്ക് ചെയ്തിട്ടുണ്ട്. ടു പാരഗ്രാഫ് ആണ് ഇവിടെ ടിക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? വിഡ്ത്ത് 12 സെന്റിമീറ്റർ, ഹൈറ്റ് 10 സെന്റിമീറ്റർ, ഓട്ടോ സൈസ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, പാരഗ്രാഫ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കും ചെയ്യാം. 12 കൊടുക്കാം. ഓട്ടോ സൈസ് എവിടെയാണ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്? ഹൈറ്റിന്റെ അണ്ടറിലാണ് ഓട്ടോ സൈസ് ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. അണ്ടറിൽ ഓട്ടോ സൈസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ടു പാരഗ്രാഫ് ആണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നോക്കൂ, ടു പാരഗ്രാഫ് അല്ലേ ക്ലിക്ക് ചെയ്തിട്ട് ടു പാരഗ്രാഫ് ക്ലിക്ക് ചെയ്യാം. ഇവിടെ 12 കണ്ടില്ലേ? എന്ത് ചെയ്തു? ആ പാരഗ്രാഫിന് എന്ത് ചെയ്തു? ഫ്രെയിം വന്നു. ഫ്രെയിമിന്റെ ഇതൊക്കെ എന്താ? നമുക്ക് വേണമെങ്കിൽ കുറക്കാം. നമ്മൾ ആവശ്യത്തിനനുസരിച്ച് എന്ത് ചെയ്യാം? കുറക്കാം. അതിനെന്ത് ചെയ്യാം? ഈ ഒരു നോഡിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ ഓക്കെ, മുകളിലേക്ക് ഉണ്ടല്ലേ? ഓക്കെ, മുകളിലേക്ക് ആക്കാം. അപ്പോൾ എത്രയാണ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതേണ്ടത്? എന്തൊക്കെയാണ് പറഞ്ഞു തന്നു? 4 ഞാൻ പറഞ്ഞു തന്നു എന്താണ് എഴുതേണ്ടതെന്ന്. 5 ഞാൻ പറഞ്ഞുതരാം. 5 ഈ ഹെഡിങ് എഴുതുക, പ്രിപ്പയറിംഗ് ഗ്രീറ്റിംഗ് കാർഡ് എന്ന് എഴുതുക, ആക്ടിവിറ്റി 1.5 എന്നിട്ട് എന്ത് എഴുതുക? ഇതെഴുതുക, അട്രാക്റ്റീവ് ബാക്ക്ഗ്രൗണ്ട്, അപ്രോപ്രിയേറ്റ് വേർഡ്സ്, അപ്രോപ്രിയേറ്റ് പിക്ചേഴ്സ് എന്ന് എഴുതിക്കോളൂ. അത് കഴിഞ്ഞിട്ട് വി ക്യാൻ മേക്ക് യൂസ് ഓഫ് ഫ്രെയിം ഇൻ ദ വേർഡ് പ്രോസസ്സർ ടു പ്രിപ്പയർ ഗ്രീറ്റിംഗ് കാർഡ്സ് എന്ന് എഴുതുക. ഓക്കെ, ഇത് എഴുതിയെന്ന് വിചാരിക്കുന്നു. ഇത് എഴുതുക, ഗ്രീറ്റിംഗ് കാർഡ്സ് വരെ എഴുതുക. ഓക്കെ, അതും കഴിഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ എഴുതേണ്ടതാണ്. നേരത്തെ കാണിച്ചു തന്നു. എന്താണ്? സെലക്ട് ഇൻസേർട്ട് മെനു. ക്ലിക്ക് ഓൺ കേട്ടോ, ക്ലിക്ക് ഓൺ ഇൻസേർട്ട് മെനു. അടുത്ത പോയിന്റ് ആക്കി എഴുതുക. എന്ത്? സെലക്ട് ഫ്രെയിം. സെലക്ട് ഫ്രെയിം എന്ന് എഴുതുക. 1 ആക്കി എഴുതിക്കോളൂ. ഇത് 2 ആക്കി എഴുതുക. ഈ മൂന്നാമത്തെ എന്താണ്? മൂന്നാമത്തായിട്ട് നിങ്ങൾ എഴുതേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫ്രെയിം ഇൻ ദ വേർഡ് പ്രോസസ്സർ. മൂന്നാമത്തെ എഴുതേണ്ടത് ഫ്രെയിം ഇൻ ദ വേർഡ് പ്രോസസ്സർ ഓഫ് 12 സെന്റിമീറ്റർ വിഡ്ത്ത് ആൻഡ് 10 സെന്റിമീറ്റർ ഹൈറ്റ്. ഈ ഒരു വേർഡ് മാത്രം എഴുതാം. ഈ കാണുന്നത് മാത്രം എഴുതിയാൽ മതി. ഫ്രെയിം ഇൻ ദ വേർഡ് പ്രോസസ്സർ ഓഫ് 12 സെന്റിമീറ്റർ വിഡ്ത്ത് ആൻഡ് 10 സെന്റിമീറ്റർ ഹൈറ്റ് എന്നുള്ളത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ മൂന്നാമത്തേത് എഴുതുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ഈ ഒരു ഫ്രെയിം എന്ത് ചെയ്യുക? തൽക്കാലം ഒന്ന് വരയ്ക്കുക. ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. എന്നിട്ട് ഈ വിഡ്ത്തും ഈ ഹൈറ്റും മാത്രം ഒന്ന് നോട്ട് ചെയ്യുക അതിൽ. എന്നിട്ട് അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യുക? ഇത് എഴുതുക. ഓക്കെ, അപ്പോൾ 1.5 കഴിഞ്ഞു. നമുക്ക് എഴുതാനുള്ള എന്താണ്? നെക്സ്റ്റ് ആക്ടിവിറ്റി ആണ് പഠിക്കാനുള്ളത്. ആക്ടിവിറ്റി 1.6 ഗ്രീറ്റിംഗ് കാർഡ്സ് ഇൻ ന്യൂ ഫോം. നമുക്ക് മലയാളത്തിൽ എന്താണ് ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ നമുക്കിനി കുറച്ച് കാര്യങ്ങളും കൂടെ പഠിക്കാനുണ്ട്. ഇതാണ് 1.6ഉം 1.8
അടുത്ത ക്ലാസ്സോട് കൂടിയിട്ട് ഈ ചാപ്റ്റർ കഴിയും. 1.8 ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കി കഴിക്കാം. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് വരെ. മലയാളം ടൈപ്പ് ചെയ്യാണ്ട്, മലയാളം ടൈപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കുറച്ച് കാര്യങ്ങൾ ഇത് ചെയ്യാം. അപ്പോൾ നമുക്ക് അത് അടുത്ത ക്ലാസ്സിന് എടുക്കാം. എല്ലാം കൂടെ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരും. ഓക്കെ, താങ്ക് യു.